ആദ്യമേ നാട് വിട്ടുപോയ ഉണ്ണിമാൻ തിരിച്ചെത്തിട്ടോ. ഒച്ചവച്ചകത്തുള്ളവരെ മുഴുവൻ അറിയിച്ച കൊന്നോളാം ഞാൻ. സർ വിളിച്ചോണ്ട് പോരണ്ടേ? ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ പോകുന്ന സാബിയുടെ മാളിന്റെ ഡിസൈൻ എനിക്ക് കിട്ടണം. ചെയ്യാം സർ. ചെല്ല്. വാ 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 വാ. അവിടെ നിക്ക. ഇന്നലെ രാത്രി മുഴുവൻ ഏത് ദിക്കിലായിരുന്നു എന്റെ പൊന്നുമോൻ? ഞാൻ ഇന്നലെ കുറച്ച് റേഞ്ച് ഔട്ട് ആയി പോയമ്മേ. കുടിച്ച് ബോധം കെട്ട് കിടക്കായിരുന്നു എന്ന് എനിക്കറിയാടാ. നിന്റെ തല കണ്ട അന്നു മുതൽ എനിക്ക് ആദ്യേ വിധിച്ചിട്ടുള്ളൂ സുഹൃതക്ഷയം. അല്ലാണ്ടെന്താ? ഇതെന്ത് മറിമായ? ഇതെങ്ങോട്ടാ മാഞ്ഞത്? കേട്ടി അടിച്ചു നൽകരി മരമാക്കരി. നീ എന്നെ മിമിക്രി കാണിച്ച് പേടിപ്പിക്കുന്നു. ഒറ്റ തൊഴിൽ വെച്ചെന്നുണ്ടല്ലോ. എവിടെ അമ്മയൻ പാർട്ടി? രാവിലെ കുട്ടന്റെ കണ്ട് പരാതി പറയാൻ പോയാ? പോയി. നന്നായി. നിവേദനം സമർപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരട്ടെ. ഒരു ലോഡ് ഉപദേശം ഒരു കൂടെ നെയ്യും കൊടുത്ത് വിടും വലിയ ശാന്തി. ഇപ്പൊ അതൊക്കെ എപ്പോഴേ എത്തി? കുട്ടേട്ടൻ പറഞ്ഞു വിട്ട് 2 കേശാന്തിമാരും വന്നിട്ടുണ്ട്. ദേ കേക്കണില്ലേ വടക്കേക്കാവിലും മണിയും മന്ത്രവും? ഓ ബ്ലാക്ക് മാജിക്. എന്താ? ഇവിടെ ഇപ്പൊ നമ്മുടെ രണ്ടു മാത്രമേ ഉള്ളൂ. അതെ, അതിനിപ്പോ എന്താ വേണ്ടേ? ഉണ്ണേട്ടാ വേണ്ട കേട്ടോ. ശാരസ്യാര് സമയം കളയാണ്ട് മുകളിലോട്ട് വരാ. ഇപ്പോഴോ? ഇപ്പോഴെന്താ കുഴപ്പം? സമയവും കാലവും ഞാൻ തീരുമാനിക്കും. അനുസരിച്ചാ മതി. ഇതൊക്കെ ആഗ്രഹം തോന്നുമ്പോഴല്ലേ നടക്കൂ. ദൈവമേ, കാണില്ലല്ലോ. കെട്ടി കാളകുടം. ഇന്ന് സേവ നാടൻ വേണോ സായിപ്പ് വേണോ? സായിപ്പ് മതി. എന്റെ ഉത്രാളി കാവിലമ്മേ, എന്നോട് ഒരു ദേഷ്യം തോന്നരുതേ. എടുത്തോണ്ട് വാടി എന്ന് പറഞ്ഞ തിരിച്ചു പറയാം മണി ഇവിടുത്തെ ആരാ? ഇല്ലത്തെ ഉപ്പും ചോറും തിന്നണ ഒരു ജന്മം. അതുകൊണ്ട് കെട്ടിച്ചുമന്ന് കൊടുക്ക തന്നെ. അയ്യോ, തമ്പുരാന് തൊട്ടുകൂട്ടാനുള്ള മീൻ അവിടെ പോയി. നെല്ലിന്റെ ചൂടുകൊണ്ട് ചാടി ഇറങ്ങിപ്പോയോ മത്സ്യം? ഓ ദൈവമേ, കിട്ടി. നിറപറ ചെമ്മീനച്ചാറ്. കടലിന്ന് കിട്ടിയ അമൃത കൊമ്പല്ലേ, 10 പൂഴ്ത്തി വെക്കാൻ. എന്താ ദുർമേധസിന്റെ ഒരു ഒച്ച. പട്ടാമ്പാള് പോലും തോറ്റുപോകും. ഭഗവാനെ, വാങ്ങിയ പടവുമ്പിലേക്ക് വെക്കാ. ശംഖം സചക്രം സഗദം സപത്മം ശംഖം സഖഡ്ഗം സശരം സവേദം ശംഖം സചക്രം സഗദം സപത്മം ശാർഘ്രം സഖഡ്ഗം സശരം സവേദം. കണ്ടില്ലേ, നീച ജാതിയ. ഉണ്ണികളുടെ ആരോ കഥ കഴിക്കണം ചെയ്യിച്ച മാരണ. ആരാ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടത്? നിങ്ങൾ ആരും കണ്ടില്ലേ? ഇല്ല. ആരാ ഇത് ചെയ്തത്? ഇത് ചെമ്പ്രേന്ന് വിട്ടത് തന്നെയാ. സംശയം വേണ്ട എടുത്തി. പുലർച്ചെ ഞങ്ങളെ വിളിച്ചുണർത്തി സാധനം കുളത്തിന്റെ എവിടെ കിടക്കണമെന്നുള്ള സ്ഥാനം വരെ പറഞ്ഞു പറഞ്ഞു മാധവൻ. ഭഗവാൻ അവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു എന്ന് പറയൂ. മാരണം കുളത്തിൽ വീണപ്പോഴേ അവൻ ക്ഷേത്രത്തിലിരുന്ന് അറിഞ്ഞിരിക്കണു. അതിന്റെ അർത്ഥം അല്ലേ പാറു? അത് തന്നെയാ എടുത്തി. ഇനി കുഞ്ഞുണ്ണി കുറച്ച് സൂക്ഷിക്കണം. ശത്രുക്കള് കുറച്ചൊന്നും അല്ലേ അവനുള്ളത്. 2 ദിവസത്തേക്ക് ആരും കുളത്തിൽ ഇറങ്ങാൻ അയക്കണ്ട. തൽക്കാലം ഇത് ഇവിടെ ഇരുന്നാ മതി. പൗർണമി കഴിഞ്ഞിട്ട് കടലിലേക്ക് ഒഴുക്കുക. ഇനി ഉണ്ടാവും ഈ ജാതി പല മാരണങ്ങളും ഈ ഇല്ലത്ത്. ഇക്കെടുത്ത് നട കടലിൽ കൊണ്ട് താഴ്ത്തണം. എന്റെ 2 മക്കളെയും കാത്തോണേ എന്റെ കൃഷ്ണ. അവിഷ്ടം അവിഷ്ടം. കഷ്ടം. എന്ത് കഷ്ടം? ഈ മഹാപാപം ഞാൻ ഏത് ഗംഗയിലെ ഒഴുക്കാന്ന് പറയായിരുന്നു. ഇനി നീ അന്ന് ഗംഗയിലൊന്നും കൊണ്ടുപോയി ഒഴുക്കണ്ട. നമ്മുടെ ഈ തൂതപ്പുഴയിലൊന്നും മുങ്ങിയാ മതി. ഈ പാവത്തിന് അതൊക്കെ മതി. അല്ല,
നീ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അറിയാതെ എടുത്ത് അടിക്കുന്നു. ഇത് കാലിയല്ല. കുടിച്ചാ കാലിയാവും. താനേ നിറയാൻ അക്ഷയപാത്രം ഒന്നല്ലല്ലോ. ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം തിങ്ക് ചെയ്യാം. ഒരു ചെയിൻ വാങ്ങി നിന്റെ കഴുത്തിലിട്ടാലോ? ചെയിൻ മീൻസ് താലി. അയ്യടാ, നിന്റെ ഇപ്പോഴത്തെ സ്ഥിതിക്കും എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും നീ എന്റെ വൈഫ് ആകുന്നതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ഈ തട്ടുമ്പോൾ ഒരു ഷാപ്പാക്കാം. പട്ടായ് ഷാപ്പ്, മധുശാല. നീ ഇവിടത്തെ മധുബാല. എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? വീണു മൂക്കിട്ടും കുടിച്ചിട്ട് ഓരോരോ. എന്നിട്ട് നീയേ നെല്ലൂർ മന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടിപ്പോ എന്റെ മൊബൈൽ എടുത്ത് നോക്ക്. താജ്മഹലാണ്, താജ്മഹൽ. താജ്മഹൽ എന്താ ഒരു ഭംഗി. എന്റെ താജ്മഹൽ ഇഷ്ടമല്ലടി മുംതാസേ. ഈ കുട്ടി ഇത് എവിടെ പോയിരിക്കണു? അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. തുളസിയേ, നീ എന്താടി ഇങ്ങനെ കണ്ണു പിടിച്ച് നോക്കണേ? എന്താടി വട്ടിയില്? ബാക്കിയിരുന്ന നെൽവിത്ത അവലടിക്കാൻ പെണ്ണുങ്ങൾ വന്ന് നിക്കണു. പെണ്ണുങ്ങളിടിച്ച് അവലും കതിരിപ്പഴവും കൂട്ടി കഴിച്ചിട്ട് ഇശി കാലായി. മോള് ചെല് ചെല്ലിയാ. നിക്ക, ആ ഊര് തണ്ടി വന്നൂല്ലേ? ഉണ്ണിയോട്ടിന് ഊര് കണ്ടം പോയതൊന്നുമല്ല, പഴയ ഇല്ലെന്ന് നോക്കാൻ പോയതാ. കുഞ്ഞുണ്ണിയെ ഊരുകണ്ടിന്ന് വിളിച്ചത് കുട്ടി അങ്ങനെ ഇഷ്ടായില്ലാന്ന് തോന്നുന്നു. കണ്ടില്ലേ മൂക്ക് കാന്താരിമുള പോലെയാണ് ചുവന്നത്. ഇതെന്താ ഇവിടെ ഒരു ദുർഗന്ധം? അത് ഞാൻ നല്ല നാറ്റുണ്ടല്ലോ തുളസി. അമ്പലവാസി കുട്ടിയുള്ള അടുത്ത് വരുമ്പോ ചന്ദനം മണക്കണ്ടതല്ലേ ഷാരണി? എന്താ അവിടെ ഒരു ജാതി മണം? അശ്രീകരം. ശുദ്ധവും വൃത്തിയില്ല. എടതി വരിക. മാറി നിക്ക. എന്തൊക്കെയാണാവോ? കൃഷ്ണ കൃഷ്ണ. എനിക്ക് മനസ്സിലാവുണ്ട് കുട്ടിയുടെ മനസ്സിന്റെ സങ്കടം. കുട്ടിയുടെ വേർപ്പിന് നല്ല മീനച്ചാറിന്റെ മണ. അത് ആസ്വദിക്കാനുള്ള മനസ്സ് ഇവിടെ ആർക്കും ഇല്ലല്ലോ. എനിക്കിഷ്ടാ മത്സ്യഗന്ധിയുടെ ഗന്ധം. മത്സ്യഗന്ധി തട്ട് കെട്ടില്ലമ്മ. ഇവിടുന്ന് തെക്കോട്ട് 3.5 കിലോമീറ്റർ നടന്നാലേ ഒരു ENT ആസ്പത്രി ഉണ്ട്. അവിടെ ചെന്നാലേ പെൺകുട്ടികളെ കാണുമ്പോ ഈ മൂക്ക് വിടരുന്ന സൂക്കടും മാറ്റിത്തരും. വേണോ എന്റെ മൂക്ക് പിടിക്കാൻ ഞാൻ ആരും സമ്മതിക്കില്ല. എടി കള്ളി, കുഞ്ഞുണ്ണി നിന്നെ എടുത്തോളും. ഓ നമ്മൾ എന്താ ചെയ്യാ എന്റെ പാർവതിയെ? ചെയ്യരുതെന്ന് പറയണതേ അവൻ ചെയ്യൂ. അതിലാ ഹരം എന്റെ ചട്ടമ്പിക്ക്. ആരെയും പേടിയില്ലല്ലോ, സ്വന്തം ഏട്ടനെ പോലും. അവൻ ഉറങ്ങിക്കോട്ടെ പതുക്കെ. ഞാൻ ചെമ്പറെ പോയ എന്താ കുഴപ്പം? അമ്പട കള്ള, നീ ഉറങ്ങിയിട്ടില്ല, ഉറക്കം തനിച്ച് കിടക്കല്ലേ? ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ ചെമ്പറെ പോയ എന്താ കുഴപ്പം? നമ്മുടെ കാർന്നോന്മാരുടെ കാലം മുതലേ നമുക്ക് ആ ഗ്രാമമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതാ നിയമം. ആരുണ്ടാക്കിയ നിയമം? നമ്മുടെ പഴയ കാരണവന്മാരായിട്ട് തന്നെ. പോകരുതെന്ന് വിലക്കുമ്പോ എന്റെ യുക്തിക്ക് നിരക്കുന്ന ഒരു കെട്ടുകഥയെങ്കിലും പറയണം. സാധിക്കോ? അമ്മയ്ക്കോ ചിറ്റശിക്കോ ആർക്കെങ്കിലും? എന്നോട് തർക്കിക്കാൻ ഞാൻ ആളല്ലേ? വിശക്കനുണ്ടെങ്കിൽ എഴുന്നേറ്റ് വന്നോളൂ. എന്റെ മാധവാ, അതിന് ഏട്ടനെ തന്നെ വിളിച്ചാ മതി, എന്നെ വിളിക്കണ്ട. ഞാനല്ലേ അടുത്ത് നിൽക്കുന്നത്.